തമ്പ്യദ്ദേഹത്തിന്റെ മകളെ സുരേഷ് സ്നേഹിക്കുന്നതിൽ എന്താ തെറ്റ്? തെറ്റോ? നല്ല കൂത്തായി പോയി. സുരേഷിന് 1 ലക്ഷം രൂപയുടെ പോക്കറ്റ് മണിയും 10 ലക്ഷം രൂപയുടെ സ്വത്തും കൊടുക്കാമെന്നാണ് PS നായർ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ആ തുണി കൊടുക്കാൻ നടക്കുന്ന പെങ്കൊച്ചിനെ കെട്ടാനോ? എടാ തോമസേ, നീ ആ രമ്യ പറയുന്ന അപ്പാടെ അങ്ങ് വിശ്വസിക്കുകയാണോ? മുഴുവനും ഞാൻ വിശ്വസിക്കുന്നില്ല. ജാതകൻ ഇപ്പൊ 7.5 ശനിയാ. ശുക്രദശ ആയതുകൊണ്ടാ നാട് വിട്ടു പോകാം. ചുമ്മാ ഇല്ല പഞ്ചാംഗം. PS നായർ ഉരുക്കു മനുഷ്യനാ. 1 ലക്ഷം രൂപയുടെ പോക്കറ്റിൽ കാണും. എടാ, എന്റെ തമ്പ്യദ്ദേഹത്തിന്റെ നഖം വെട്ടിവെച്ചാൽ 1 ലക്ഷം രൂപ കിട്ടും. അദ്ദേഹത്തിന്റെ ഗേറ്റിൽ കാവൽ നിൽക്കാൻ പോലും അർഹനല്ല ആ റമ്മി കളിക്കാരൻ. തോമസേ, തമ്പ്യദ്ദേഹത്തിന്റെ നഖം വൈരമാണോടാ 1 ലക്ഷം രൂപ കിട്ടാൻ? അല്ല, രത്തിനോ. താ പോടോ. അയാളിപ്പോ ആ പെങ്കൊച്ചിനെ കൊണ്ടല്ലേ പിഴയ്ക്കുന്നത്. എന്ത് പറഞ്ഞടാ? ആണുങ്ങളെ പറ്റി അവമാനം പറയുന്നത്? കണ്ട പെണ്ണുങ്ങളുടെ കാലൊരുമ നടക്കുന്ന ജരപ്പ. എവിടെയാ വെളി? അമ്മയോടെ പോയി? ഇവിടെ ആരും കാണുന്നില്ലല്ലോ. പുറത്തെങ്ങാനും പോയി കാണും. ഓ, ഞാൻ വിചാരിച്ചു എന്നെ ഇഷ്ടമേ അല്ലെന്ന്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ എന്നെ ഓർക്കുന്നുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായി. അതെങ്ങനെ? ഓർമ്മയുള്ളത് കൊണ്ടാണല്ലോ എന്റെ ഫോട്ടോ സൂക്ഷിക്കുന്നത്. ബൈ ദ വേ, എന്നാണ് നമ്മുടെ വിവാഹം? പകൽക്കിനാവ് കണ്ട് ഞാൻ തളർന്നു പോയി സുരേഷ്. പകൽക്കിനാവുകൾ ഫലിക്കാറില്ല രേഖ. എന്താണ് അങ്ങനെ പറഞ്ഞത്? ഇത് രേഖയുടെ ഫോട്ടോ അല്ലാത്തത് കൊണ്ട് എന്റെ ഹൃദയത്തിൽ രേഖയെ പ്രതിഷ്ഠിക്കാൻ എനിക്ക് സാധ്യമല്ല. ഇതാ നോക്കൂ. എന്താ പാച്ചുള്ളേ, രേഖ ഒന്നും മിണ്ടാതെ പൊക്കളഞ്ഞ്? എന്തോ ഗ്രഹണം സംഭവിച്ചു കാണും. പോരാഞ്ഞിന്ന് വെള്ളിയാഴ്ചയാ. 2 മുതൽ 7:30 വരെ യമകണ്ഠ കാലം. എടാ, രേഖ ഇവിടെ വന്നോ? വന്നിരുന്നു. ആഹാ, അങ്ങനെ വരട്ടെ. നീ അവളെ പിണക്കി വെച്ചല്ലേ? ഞാൻ പിണക്കിയൊന്നുമില്ല. അവൾ സ്വയം പിണങ്ങിയൊന്നും എനിക്കറിയില്ല. ദേ, ഈ അച്ചടി ഭാഷ സംസാരിച്ച് രക്ഷപ്പെടാൻ നോക്കണ്ട കേട്ടോ. നീ അവളെ കല്യാണം കഴിക്കാൻ സാധ്യമല്ലെന്ന് പറഞ്ഞു കാണും. ആ ഗണാന്തം പിടിച്ച് അവളെ കെട്ടാൻ പോവാണെന്ന് പറഞ്ഞു കാണും. നീ എല്ലാം നശിപ്പിക്കും. ആ, എനിക്ക് പറയാൻ കഴിയുന്ന ഭാഷയിൽ അക്കാര്യം ഞാൻ പറഞ്ഞു. ആഹാ, നീ പറയുമോ? എന്റെ കാര്യം എനിക്ക് പറയാതെ പറ്റുമോ? സുരേഷ്, ഞാൻ നിന്റെ അമ്മയാണ്. നിന്റെ ഭാവി എന്തെന്ന് തീരുമാനിക്കേണ്ടവൾ ഞാനാണ്. തീരുമാനിച്ചുകൊള്ളണം. ഒരു നല്ല അമ്മ തന്റെ മകനെ പണത്തിന് വിൽക്കയില്ല. എടാ, പണമുള്ളവർക്ക് ഈ ഭൂമിയിൽ സ്ഥാനമുള്ളൂ. PS നായർ ലക്ഷപ്രഭുവാണ്. കുതിരപ്പന്തയത്തിൽ അയാൾ ഭ്രാന്തനുമാണ്. അമ്മേ, പണം സൂര്യനെ പോലെയാണ്. ഉദിച്ചാൽ അത് അസ്തമിക്കും. ആഹാ, അങ്ങനൊന്നും അസ്തമിക്കുന്ന പണമല്ലത്. അല്ലെങ്കിൽ അവർക്ക് കൊള്ളാം. ഏതായാലും എനിക്ക് വിവാഹം വേണ്ട. ഞാൻ നിശ്ചയിച്ചതാണെങ്കിൽ നടക്കും, നടത്തും. ഞാൻ അമ്മയുടെ മകനാണ്. അമ്മയുടെ വാശിയും ഉറപ്പും എനിക്കും കാണും. നിന്നെ ഞാൻ ഈ പടി കടത്തുകയില്ല. എന്റെ സ്വത്തിൽ ഒരു പൈസ ഞാൻ തരില്ല. കഷ്ടം. അമ്മ എപ്പോഴും സ്വത്തിനെ പറ്റിയും പണത്തെ പറ്റിയും സംസാരിക്കുന്നു. ഞാൻ സംസാരിക്കുന്ന സ്നേഹത്തെ പറ്റിയാണ്. എനിക്ക് വലുത് എന്റെ ഹൃദയമാണ്. നീ അധികം ഒന്നും സംസാരിക്കണ്ട. ഞാൻ മുഹൂർത്തം നിശ്ചയിക്കാൻ പോവുകയാണ്. രേഖയെ എന്റെ മരുമകളാക്കും. എന്റെ ഭാര്യയാകയില്ല. ആഹാ, അത് നമുക്കൊന്ന് കാണാം. ഞാൻ കാണിച്ചു തരാം. ചേട്ടാ, കാപ്പി. പോവണെന്നെ കാപ്പിയും കൊണ്ട് ഇങ്ങോട്ട് തരാനാ പറഞ്ഞത്. വലിയായിട്ട് വിഷമിക്കണ്ട. അമ്മയുടെ മനസ്സ് മാറും. സ്നേഹം വലുതെന്ന് കരുതുന്ന അമ്മമാരുടെ മനസ്സേ മാറും. പണക്കൊതി മൂത്തവരുടെ തലിയില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും ചേട്ടാ? ഞാൻ ഗുലാനിട്ടിട്ട് തുരുപ്പ് കയ്യിലുണ്ടായിട്ട് നീ വെട്ടിയില്ലോടാ മരമണ്ട. യജമാനന്റെ ഗുലാല വെട്ടാനുള്ള ചാങ്കൂറ്റൊന്നും എനിക്കില്ല. വെരി ഗുഡ്. ആ സുരേഷ് നമ്മ അവമാനിച്ചു ഡാഡി. നെവർ മൈൻഡ്. എന്ത് കേട്ടിട്ടാണ് നെവർ മൈൻഡ് എന്ന് പറയുന്നത്? അതിനെന്താ, നീ ചെയറിലേക്ക് ഇരിക്കുക, നമുക്ക് വേറെ കാശിക്കാം. എന്ത് പറഞ്ഞാലും ഒരു നെവർ മൈൻഡ്. ഈ ഡാഡിക്ക് എന്നാണ് ധൈര്യം ഉണ്ടാകാൻ പോകുന്നത്? ആ സുരേഷ് ലീല വിവാഹം കഴിക്കാൻ പോകുന്നത്രേ. നെവർ മൈൻഡ്, അത് വളരെ നല്ലതാണ്. അവർ തമ്മിൽ വളരെ ചേർച്ചയായിരിക്കും.
ഈ ഡാഡിയോട് പറയാമെന്ന് എന്നെ തല്ലണം. ലീലേ, ഞാൻ ജയിച്ചു. ലീല പരീക്ഷയ്ക്കകത്ത് കഷ്ടമായി പോയി. എഴുതിയിരുന്നെങ്കിൽ നിശ്ചയമായും ഫസ്റ്റ് ക്ലാസ് കിട്ടിയത്. എന്താ ലീല ഒന്നും മിണ്ടാത്തത്? ലീല ആകപ്പാട് മാറിയിരിക്കുന്നല്ലോ. എന്തു പറ്റി ലീല? എന്നോട് പിണക്കമാണ്? എനിക്കൊന്നും പറ്റിയിട്ടില്ല. ആരോടും എനിക്ക് പിണക്കവുമില്ല. എനിക്ക് പരിചയമില്ലാത്ത സ്വരത്തിലാണല്ലോ ലീല എന്നോട് സംസാരിക്കുന്നത്. ഞാൻ എന്ത് തെറ്റിയതിട്ടാണ് ഈ പരിഭവം? സുരേഷ്, നമ്മുടെ വഴികൾ രണ്ടാണ്. രണ്ടു വഴിയെ തന്നെ നമുക്ക് പോവാം. ലീലേ, ഞാൻ വളരെ ആലോചിച്ചതിന്റെ ശേഷം എടുത്ത തീരുമാനമാണിത്. സമാന്തര രേഖകളെ കൂട്ടിമുട്ടിക്കാൻ ശ്രമിക്കുന്നത് വിഡ്ഢിത്തമാണ്. നമുക്കൊരിക്കലും ഒന്നാകാൻ കഴിയില്ല. അത് നിന്റെ തോന്നലാണ്. നിന്റെ ഹൃദയം കല്ലായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇതും ഇതിനപ്പുറവും പറയും. എത്ര പെട്ടെന്ന് നീ എല്ലാം പറഞ്ഞു കളഞ്ഞു. ഞാൻ പറഞ്ഞതല്ല, സുരേഷിന്റെ അമ്മ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്. ഇപ്പോൾ ഞങ്ങൾ ദരിദ്രരാണ്. സുരേഷിന്റെ അമ്മ പണക്കാരിയും. പണത്തിന്റെ കണക്കെഴുത്ത് നടത്താനല്ല ഞാൻ വന്നത്. പക്ഷേ സുരേഷിന്റെ അമ്മ അതിനാണ് വന്നത്. എന്റെ അച്ഛൻ കേൾക്കാത്തതെല്ലാം കേട്ടു. ഞാൻ കാരണം. ഞാൻ അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കാം. വേണ്ട, ഇനി അതിന്റെ ആവശ്യമില്ല. എന്റെ അച്ഛന്റെ സമ്പത്ത് മുഴുവനും പോയി. അവശേഷിക്കുന്നത് മാനം മാത്രമാണ്. ഞാൻ കാരണം അത് നശിക്കരുത്. ഞാനത് അനുവദിക്കില്ല. ആവേശം കൊണ്ട് നീ നിന്നെ തന്നെ മറക്കുകയാണ്. എന്റെ ലീലേ, ഒന്നുകൂടി ആലോചിച്ചു നോക്കൂ. എന്റെ തീരുമാനം ഉറച്ചതാണ്. ആർക്കും ഇതിനെ മാറ്റാനാവില്ല. ഇനി എന്നെ കാണാനായിട്ട് സുരേഷ് വരരുത്. ലീലേ, നീ എന്നോടാണോ ഈ പറയുന്നത്? ഇല്ല, ഞാൻ തീർച്ചയായും വരും. രൂപയോ? കുറിപ്പിയായിട്ടൊന്ന് സഹായിച്ചേ പറ്റും. തുക അല്പം കൂടുതലാണെന്ന് എനിക്കറിയാം. ഒരു സ്നേഹിനെ സഹായിക്കാമെന്ന് ഞാൻ ഏറ്റുപോയി. വാക്കു മാറിയാൽ ഒരു സുഹൃബന്ധമാണ് നശിക്കുക. ഓ, അതങ്ങ് തകരട്ടെ. 20,000 രൂപയ്ക്ക് അതിനേക്കാൾ വിലയുണ്ട്. കുറിപ്പിയേട്ട, പ്ലീസ് ഒന്ന് കണ്ണടച്ചാ പോരെ. കണക്കെല്ലാം നമുക്ക് ഒരുമിച്ച് ശരിയാക്കാവുന്നേ. ഈ കണക്കുകളൊക്കെ ഇങ്ങനെ അലവലായി കിടന്നാൽ എങ്ങനെ അഡ്മിറ്റ് ചെയ്യും? മാനേജ് എന്ന് പറഞ്ഞാൽ കുറച്ച് കൃത്യനിഷ്ഠ വേണം. എന്താ മോനെ? ഞാൻ ഈ കണക്കുകളൊക്കെ ഒന്ന് പരിശോധിക്കായിരുന്നു. ആഹാ, അല്ലെങ്കിലും നീയാണ് ഇനി ഇതൊക്കെ നോക്കേണ്ടത്. നിന്റെ ചേട്ടൻ എന്റെ മുഖത്ത് കരിവാരിത്തേക്കാനുള്ള ഭാവമാണ്. സുരേഷിന്റെ പോക്ക് അല്പം റോങ് സൈഡാണ്. എനിക്ക് തീരെ പിടിക്കുന്നില്ല. അവനും രേഖയുമായുള്ള വിവാഹം ഞാൻ നിശ്ചയിച്ചു കഴിഞ്ഞു. അവൻ വിവാഹത്തിന് സമ്മതിക്കുന്നതുവരെ ഓഫീസിൽ അത്ര വലിയ സ്വാതന്ത്ര്യം കൊടുക്കണ്ട. കൊള്ളാം. നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ കാശ് ആദിനാരായണൻ തമ്പിയുടെ മകള് കൊണ്ടുപോവാൻ ഈ കുറിപ്പ് സമ്മതിക്കോ? വാമോനെ, കണക്കുകളൊക്കെ നമുക്ക് നാളെ നോക്കാം. നാളെ ഈ സമയത്ത് ഇവിടെ വരാൻ? ലീലയെ കാണാൻ ആരുടെയും അനുവാദം എനിക്ക് ആവശ്യമില്ല. ഏത് സമയത്തും ഇവിടെയും എനിക്ക് വരാം.
ഇതെന്റെ അച്ഛൻ കണ്ടാൽ? പേടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ലീലയുടെ അച്ഛൻ ഇവിടെ ഇല്ലെന്ന് എനിക്കറിയാം. അതിന്? ലീലെ, ഇത് നമ്മൾ രണ്ടുപേരുടെയും ജീവിതത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. നീ എന്ത് തീരുമാനമെടുത്തു? എന്റെ തീരുമാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. അത് തീരുമാനമല്ല, ആവേശം കൊണ്ടുള്ള ഒളിച്ചോട്ടമാണ്. അത് അംഗീകരിക്കാൻ എനിക്ക് സാധ്യമല്ല. സുരേഷ്, ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്കൂ. എന്റെ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കൂ. ഞാൻ നിന്നെ സ്നേഹിച്ചത് നിന്നെ എന്റേതാക്കി തീർക്കാനാണ്. ഇന്നല്ലെങ്കിൽ നാളെ അത് നടക്കുകയും ചെയ്യും. വെറുതെ പാഴ്വാക്കുകൾ പറയാതിരിക്കൂ സുരേഷ്. എന്നെ കൂടുതൽ വിഷമിപ്പിക്കാതെ ദയവ് ചെയ്ത് ഇവിടെ നിന്ന് പോകൂ. എന്നെ മറന്നിട്ട് നീ സുഖമായി ജീവിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടോ? മറ്റാളുടെ ഭാര്യയായി ജീവിക്കാമെന്ന് നീ വ്യാമോഹിക്കുന്നുണ്ടോ? എനിക്ക് മോഹങ്ങളേ ഇല്ല, പിന്നെയാണോ വ്യാമോഹം? എനിക്ക് ജീവിതത്തിൽ വിവാഹമേ ഉണ്ടാവില്ല. കഷ്ടം. ലീലെ, എന്തിനു അതിൽ നിന്ന് ആലോചിച്ച് ഈ നല്ല ജീവിതം തകർക്കുന്നു? ഇതുകൊണ്ട് എന്ത് പ്രയോജനമാണ് നിനക്കുള്ളത്? ലീലെ, ഞാൻ എന്റെ അച്ഛന്റെ മുഖത്ത് കരിവാരി തേച്ചു. ഇനി ഞാൻ ജീവിച്ചിരിക്കില്ല, തൂങ്ങി മരിക്കും. നമ്മൾ രണ്ടുപേരും മരിക്കാൻ പോകുന്നില്ല. ഈ ജീവിതകാലം മുഴുവൻ നമ്മൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കും. എന്നെ വിശ്വസിക്കൂ. എടാ ദ്രോഹി! മതി അച്ഛാ, മതി. ഇനി സുരേഷിനെ തല്ലരുത്. അച്ഛാ, അയ്യോ അച്ഛാ, സുരേഷ്, അച്ഛാ, അച്ഛാ, വേഗം പോയി ഡോക്ടറെ വിളിക്കൂ. സുരേഷ്, എന്നോട് ക്ഷമിക്കൂ. ഞാൻ ആദിനാരായണൻ തമ്പിയാണ്. ഒരക്ഷരം. ഞാൻ മാപ്പ് ചോദിക്കുന്നു. ലീല വിവാഹം കഴിക്കാൻ വിശദീകരണം ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ നിമിഷം ഇവളെ വിളിച്ചു പോകാം. അച്ഛാ, ഞാൻ സാരമില്ല മോളെ, ഇത് ജീവിതമാണ്. ഒരു മകളുടെ ചുമതലകൾ അവൾ ഭാര്യയാകുന്നതോടെ ഏറെക്കുറെ അവസാനിച്ചു. എന്നെക്കുറിച്ച് നീ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. നിന്റെ കയ്യിൽ കിടക്കുന്ന മോതിരമൂരി സുരേഷിന്റെ വിരലിടും. മോളെ, ഇനി ഈ വൃദ്ധന്റെ കാലുകളല്ല നിന്റെ അഭയസ്ഥാനം. ചിരിയിലും കണ്ണീരിലും ഒരുപോലെ സംതൃപ്തി കണ്ടെത്തിയവനാണ് നിന്റെ അച്ഛൻ. എന്ത് തന്നെ സംഭവിച്ചാലും ഇനി സുരേഷിന്റെ വീട്ടിൽ തന്നെ നീ താമസിക്കണം. സുരേഷിന്റെ അമ്മ നിന്നെ അടിച്ചിറക്കിയ ആ വീട്ടിന്റെ പടിക്കൽ കിടന്ന് നീ മരിക്കണം.
എനിക്ക് സന്തോഷം. ഞാൻ അച്ഛന്റെ മകളാണ്. ആ വാക്കുകൾക്ക് വിപരീതമായി എന്റെ ജീവിതത്തിൽ ഒന്നുമില്ല. സുരേഷ്, ഇവളെ കൂട്ടിക്കൊണ്ടു.